പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ ഒരു ഇടപെടൽ സംഭവിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കർത്താവിനോട് യാചിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിലെ ആദ്യമായിട്ടൊരു വചനമാണ്. അത് സങ്കീർത്തന പുസ്തകം 115:12. അവിടെ ദൈവമായ കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനോട്, ഓരോ മകളോട് പറയുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നിങ്ങൾ എവിടെയാണെങ്കിലും, ഈ ശുശ്രൂഷ ചിലപ്പോൾ നിങ്ങൾ വീട്ടിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, ഒരുപക്ഷെ യാത്രയിലായിരിക്കാം, നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മുടെ കർത്താവായ യേശു ഈ ദിനത്തിൽ നമ്മോട് പറയുന്ന അനുഗ്രഹത്തിൻ്റെ വചനമാണ്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഒരുപക്ഷെ നമ്മൾ വളരെയധികം ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം, ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ വർക്ക് പ്രഷറായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ഓരോ പ്രതികൂലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലെ വിഷയങ്ങളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ സഹോദരങ്ങളെ, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 22:7. അവിടെ ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ. അപ്പോൾ അപ്പനെ വിളിച്ച് ചോദിക്കുകയാണ്, പിതാവേ. പിതാവ് പറയണം, എന്താ മകനെ? അബ്രാഹാം ചോദിച്ചു, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു. അപ്പോൾ ഇസഹാക്ക് ഒരു സംശയം ചോദിക്കുകയാണ്, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അപ്പോൾ കുഞ്ഞനായ ഇസഹാക്ക് അപ്പനോട് ചോദിക്കുകയാണ്. കാരണം ഇസഹാക്കിന് അറിയാം, ദഹനബലിക്ക് തീയും വിറകും മാത്രം പോരാ, കുഞ്ഞാട് വേണം. ഈ അബ്രാഹത്തോട് കുഞ്ഞനായ ഇസഹാക്ക് ചോദിക്കുകയാണ്, അപ്പാ എവിടെ ബലിമൃഗം, എവിടെ കുഞ്ഞാട് എവിടെ? പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് അതിന് അബ്രാഹാം കൊടുക്കുന്ന മറുപടിയാണ് 8-ാമത്തെ വാക്യം. അബ്രാഹാം മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ദൈവം തന്നെ തരും. പ്രിയ സഹോദരങ്ങളെ, ദൈവം തന്നെ എന്നുള്ളത് അത് ഭയങ്കരമായൊരു സംഭവമാണ്. നമുക്കറിയാം, ഏതാണ്ട് 100 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഒരു കുഞ്ഞിനെ ദൈവം ഇസഹാക്കിലൂടെ കൊടുക്കുന്നത്. ആ കുഞ്ഞിനെ നീ എനിക്കായിട്ട് ബലി അർപ്പിക്കാനാണ് ദൈവമായ കർത്താവ് അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നത്. ദൈവമായ കർത്താവ് ആവശ്യപ്പെട്ടത് ശരിക്കും ഉൾക്കൊള്ളാൻ മുഴുവൻ പറ്റിയിട്ടൊന്നുമല്ല അബ്രാഹാം യാത്രയാകുന്നത്. അങ്ങനെ ആ ഒരു സമയത്താണ് ഈ കുഞ്ഞൻ ചോദിക്കുന്നത്, അപ്പാ ബലിമൃഗം എവിടെ, കുഞ്ഞാടെവിടെ? പ്രിയ സഹോദരങ്ങളെ, ചില സമയങ്ങളിലൊക്കെ ചില ചോദ്യങ്ങളുടെ മുൻപിൽ നമുക്ക് ഉത്തരമില്ല. അബ്രാഹത്തിന് ഉത്തരമില്ല. പക്ഷെ അബ്രാഹത്തിന് ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ദൈവം തന്നെ മകനെ, ബലിക്കുള്ള കുഞ്ഞാടിനെ, ബലിമൃഗത്തെ ദൈവം തന്നെ തരും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസി ദുർബലപ്പെടുന്നുണ്ടെങ്കിൽ, ഞാനൊരു പുരോഹിതൻ എന്ന നിലയ്ക്ക് ഞാൻ ദുർബലപ്പെടുന്നുണ്ടെങ്കിൽ, ഒറ്റക്കാരിയുള്ള സഹോദരങ്ങൾ, ദൈവം തന്നെ തരും, ദൈവം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഈ ബോധ്യം എനിക്കില്ലേ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോകുമെന്ന് അബ്രാഹത്തിൻ്റെ സംഭവത്തിലൂടെ സ്വർഗം നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ, ഞാനിന്ന് ശുശ്രൂഷ ചെയ്യുന്നത് തൃശ്ശൂർ അതിരൂപതയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ഒരു ധ്യാനകേന്ദ്രമായ സെൻറ്റ് മേരീസ് ധ്യാനകേന്ദ്രം പഴുവിൽ ഒരുപാട് വിജാതീയ മക്കൾ പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെട്ട് അനേകർ മാമോദിസ സ്വീകരിച്ച ഒരു ഇടമാണ്. അവിടെ നമുക്ക് എല്ലാ മാസവും താമസിച്ചിട്ടുള്ള ഒരു ധ്യാനം ഉണ്ടാകാറുണ്ട്. കുറച്ച് പേര്, 15 പേര്, 20-25 പേരൊക്കെയാണ് സാധാരണ വരാറുള്ളത്. ഏതാനും നാളുകൾക്ക് മുൻപ് അവിടെ ധ്യാനം കൂടാനായിട്ട് B.Ed പഠിക്കുന്ന സാവിയോ, അവൻ അന്ധനാണ്, ജന്മന അന്ധനാണ്. അവൻ +2 കഴിഞ്ഞു, BA ഇംഗ്ലീഷ് കഴിഞ്ഞു, ഇപ്പോൾ B.Ed പഠിക്കുകയാണ് അവൻ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ സെൻറ്ററിൽ ഞാൻ ചാർജ് എടുത്തത്. ഞാൻ ഇപ്പോൾ ഒരു 5 വർഷമായി അവിടെ ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു അന്ധനായ ഒരു മകൻ. അപ്പോൾ സ്വാഭാവികമായിരുന്നു, നമുക്കറിയാലോ, പ്രതീക്ഷയില്ല, ജന്മന അന്ധനാണ്, കണ്ണൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല, നെർവസ് എല്ലാം പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു കൗതുകമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരമൊക്കെ അവനോട് നേരങ്ങളിലൊക്കെ സാധാരണ കുറച്ച് നേരം ധ്യാനത്തിന് കുറച്ച് പേരല്ലോ, 15-20 പേരല്ലോ, അപ്പോൾ എല്ലാവരും കുറച്ച് നേരം കാണാറുണ്ട്. ഇവനോട് ഞാൻ കുറച്ചധികം സമയം അങ്ങനെ കൺഫെഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൈയൊക്കെ പിടിച്ചപ്പോൾ ആരെങ്കിലും അവനെ സഹായിക്കണമെന്ന്.
അപ്പോൾ ഞാൻ അവൻ്റെ കൈയൊക്കെ പിടിച്ച് ഞങ്ങൾ ഒരു ഷെയറിങ്ങിന് വേണ്ടിയിട്ട്, ഒരു കൗൺസിലിങ് ഷെയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചേ, എടാ നിൻ്റെ മുഖം എപ്പോഴും പുഞ്ചിരി തൂകിയ മുഖമാണല്ലോ. ഞാൻ നോക്കുമ്പോൾ അന്ന് 25-26 പേര് റിട്രീറ്റിനുണ്ട്. അതിൽ മറ്റാരേക്കാൾ എല്ലാവർക്കും കണ്ണ് കാണാം, ചെവി കേൾക്കാം, നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ അവരെക്കാളൊക്കെ ആനന്ദദായകമായിട്ട് ഈ പയ്യൻ, ഈ 20 വയസ്സ് 21 വയസ്സുള്ള ഈ യുവാവ് അത്ര ഇപ്പോഴും ഒരു സ്മൈലി ഫേസ്, പുഞ്ചിരിയോടുകൂടി. ഞാൻ ചോദിച്ചാൽ നിനക്കിത് എങ്ങനെ പറ്റണേ? ഞാൻ അവനോട് ചോദിച്ചു, നീ എന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ അച്ഛൻ്റെ സ്വരവും മൊത്തത്തിൽ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അച്ഛൻ ഏതാണ്ട് ഒരു 5.5 അടി 5-6 എൻ്റെ ഏതാണ്ട് അത് ഹൈറ്റ് വരാനാണ് സാധ്യത. പിന്നെ വളരെ ഫീബിൾ, ചെറിയ വോയിസാണ് അച്ഛൻ്റെ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. നീ എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ മോനെ. പിന്നെ എങ്ങനെ? നീ ഈ ലോകത്തിലൊന്നും കണ്ടിട്ടില്ല. നിൻ്റെ അമ്മയെ കണ്ടിട്ടില്ല, നിൻ്റെ അപ്പയെ കണ്ടിട്ടില്ല, നിൻ്റെ അനിയത്തിയാണ് അനിയത്തീനെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്? സാവിയോ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ദൈവം അറിഞ്ഞിട്ടാണ് എനിക്ക് അവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചും എനിക്ക് ഉത്കണ്ഠയില്ല അച്ഛാ. കാരണം എൻ്റെ ദൈവം എന്നെ വഴി നടത്തും. ചിലപ്പോഴെങ്കിലും സഹോദരങ്ങളെ, നമുക്ക് കണ്ണുകളുണ്ട്, എനിക്ക് കണ്ണുണ്ട്, എൻ്റെ ചെവി വളരെ ഷാർപ്പാണ്, എൻ്റെ എല്ലാ അവയവങ്ങളും ഓക്കെയാണ്. ഇതൊക്കെയാണെങ്കിലും ചിലപ്പോഴെങ്കിലും തോന്നുന്നത് ദൈവം എനിക്ക് ചിലപ്പോഴൊക്കെ ഇവൻ്റെ സന്തോഷം കാണും, മുഖത്ത് ആനന്ദം കാണുമ്പോൾ. അപ്പം നമ്മുടെ കഴിവുകളല്ല പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ആനന്ദത്തിൻ്റെ നിദാനം. അതായത് ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിലുള്ള ആ ഒരു വിശ്വാസമാണ്. ഇത് തന്നെയല്ലേ സഹോദരങ്ങളെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 25 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ എന്താ പറയുന്നത്? ക്യാപ്ഷൻ തന്നെ, ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക. നമ്മുടെ യേശു അറിയാതെ പ്രിയ സഹോദരങ്ങളെ നമ്മെ ആർക്കാ തൊടാൻ പറ്റുക? അവിടെ വചനം തുടങ്ങത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന്, ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുമെന്ന്, ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. തുടർന്ന് ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ട് വരികയാണ്. അവസാനം ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. സഹോദരങ്ങളെ, ഇന്ന് ആനന്ദത്തോടെ ഒരു വ്യക്തി തൻ്റെ കുറവുകളിൽ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തും. എന്നെ കേൾക്കുന്ന പ്രിയ മകനെ, പ്രിയ മകളെ, പലവിധ കാരണങ്ങളാൽ ഇന്ന് നീ ഭഗ്നാശനാണെങ്കിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ആവശ്യം ഏത് മേഖലയിലായിക്കോട്ടെ, നീ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നീ ഏത് മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, പ്രിയ മകനെ, പ്രിയ മകളെ, അതായത് നിങ്ങളുടെ സ്വർഗസ്ഥനായ കളപ്പുരയിൽ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. എന്നിട്ട് പറയാണ്, ഇതിനേക്കാളൊക്കെ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വില, എൻ്റെ വില എന്താണ് എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വലിയൊരു വേദനയാണ്. എൻ്റെ വില പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ വിലയാണ്. ഞാൻ മാമോദീസ സ്വീകരിച്ച്, സ്ഥൈര്യലേപന കൂദാശ സ്വീകരിച്ച്, തിരുപ്പട്ടം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രിയ സഹോദരങ്ങളെ ഈശോ എൻ്റെ കൂടെയുണ്ട്. നീ മാമോദീസ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ, നീ സ്ഥൈര്യലേപനം, നിൻ്റെ ബലം, നിൻ്റെ പൗരത്വം കുഞ്ഞ് സ്വർഗത്തിലാണ്. ഇനി ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ മാമോദീസ സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല, സ്ഥൈര്യലേപനം എനിക്കറിയാം കേട്ടോ. അച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിൽ കുറേ വിജാതീയ മക്കളൊന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മളെക്കാളും വിശ്വാസമാണ്, എന്നേക്കാളും വിശ്വാസമാണ്. പലപ്പോഴും ഒരു യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവരെങ്ങനെ പറയാമെന്നറിയാമോ? അച്ഛാ യേശുപ്പനില്ലേ, അവർ മാമോദീസ സ്വീകരിച്ചിട്ടില്ല, യേശുപ്പനില്ലേ. അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം മാമോദീസ സ്വീകരിച്ചു ഈശോയെ ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്രീം അച്ഛാ. പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ പങ്കാളി, എൻ്റെ മക്കളൊന്നും സമ്മതിക്കുന്നില്ല അച്ഛാ, വലിയ വഴക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കണം അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് മാമോദീസ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്, ഭാഗ്യമില്ല.
നിങ്ങൾ പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. ശരിക്കും ഈ ഒരു ബോധ്യത്തിന് വേണ്ടി കർത്താവ് ഈ ഒരു ബോധ്യത്തിൽ നമ്മെ ആഴപ്പെടുത്തുന്നതായിരിക്കും. എന്നിട്ട് 27-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? എന്നിട്ട് അവസാനം നോക്കി 29-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും. എന്താണ് സോളമൻ പോലും? അതായത് നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, ഇസ്രായേലിൻ്റെ സാമൂഹികപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, സാമ്പത്തികമായിട്ട് സോളമനെ പോലെ ഇസ്രായേലിനെ വളർത്തിയ മറ്റൊരു രാജാവില്ല. അപ്പോൾ ഈ സോളമനേക്കാളും ഈ ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നവൻ സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിട്ടില്ല. അതാണ് ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നവൻ്റെ കൃപ, അവൻ്റെ മഹിമ എന്ന് പറയുന്നത്. ഇതാണ് പ്രിയ സഹോദരങ്ങളെ. ഒരു വിശ്വാസിക്ക് ഈ ബോധ്യമില്ലേ? നമ്മൾ കിടക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ജപമാല ചെല്ലുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, പക്ഷെ ദൈവം എന്നെ വഴി നടത്തുന്നുള്ള ബോധ്യമില്ലെങ്കിൽ അവൻ കിടക്കുന്നത് പന്നിക്കുഴിയിലാണ്. അതായത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ ധൂർത്തപുത്രൻ കിടക്കുന്നില്ലേ, അവൻ പന്നിക്കുഴിയിൽ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടും, അതായത് എൻ്റെ ഒരു പ്രതികൂലത്തിൽ ഞാൻ നഷ്ടധൈര്യനാകുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അതിന് വേറൊരു ഒരു ഉത്തരവില്ല. എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പന്നിക്കുഴിയിലാണ്. സഹോദരി, നീ പന്നിക്കുഴിയിൽ നിന്ന് എഴുന്നേൽക്കണം. പന്നിക്കുഴിയിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ദൈവം നിന്നെ വഴി നടത്താൻ ആഗ്രഹിക്കുന്ന ആ വീതിയിലേക്ക് നീ കടന്നു വരണം, രാജവീതിയിലേക്ക് നീ കടന്നു വരണം. അതിലെ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ തിരുവചനം: അപ്പോൾ അവന് സുബോധമുണ്ടായി. ഇന്ന് എന്നെ കേൾക്കുന്ന മകനെ, മകളെ, നമ്മളുടെ തളർച്ചയുടെ മൂലകാരണം കുടുംബജീവിതം സമാധാനമല്ല ദാമ്പത്യം പൊളിഞ്ഞു മക്കൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു മക്കളെ കുറിച്ചിട്ട്. ഇന്ന് അവറ്റങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടണമെന്ന് എനിക്ക് പോലും അറിയില്ല. രോഗങ്ങളാണ് കടബാധ്യതയാണ് ചില തെറ്റായ ബന്ധങ്ങളിൽ ഞാൻ പെട്ടു, ചില അഡിക്ഷൻസ് എന്നെ ഒരുപാട് ബാധിച്ചു. അങ്ങനെ എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത അവസ്ഥയിലാണ്. ശരിയാണ്, നിനക്കൊരു പ്രതീക്ഷയ്ക്കും. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പരാജയം സമ്മതിക്കുന്നിടത്താണ് സുവിശേഷം ആരംഭിക്കുന്നത്. മനുഷ്യൻ്റെ പരാജയം, ദൈവമേ ഹാൻഡ്സ് അപ്പ്, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവേ തോറ്റു എന്ന് പറയുന്നിടത്ത് സുവിശേഷം നിന്റെ ജീവിതത്തിലെ ആരംഭിക്കും. എന്താ ഉണ്ടായത്? ആ ധൂർത്തപുത്രൻ പറഞ്ഞില്ലേ, അതാ പിതാവേ എന്നെ ഒരു ദാസൻ്റെ, ഒരു വേലക്കാരൻ്റെ അവസരമെങ്കിലും എനിക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. സ്വർഗം എന്താ ചെയ്തത്? പ്രിയ സഹോദരങ്ങൾ, അത് 15-ാമത്തെ അധ്യായത്തിൽ ലൂക്ക 15:22 മുതലുള്ള തിരുവചനങ്ങൾ എങ്ങനെയാണ്? പിതാവാകട്ടെ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവിൻ. അതായത് ഈ ധൂർത്തപുത്രന് വേണ്ടി പിതാവ് കരുതിയ ഒരു മേൽത്തരം വസ്ത്രമുണ്ടായിരുന്നു. പ്രിയ മകനെ, നീ ഇങ്ങനെ നിരാശപ്പെട്ട് കഴിയാനല്ല, നിനക്കായിട്ട് യേശു ഒരു മേൽത്തരം വസ്ത്രം നിനക്കായിട്ട് കരുതിയിട്ടുണ്ട്. ആ മേൽത്തരം വസ്ത്രം സ്വീകരിക്കാതെ പന്നിക്കുഴിയിൽ കിടന്ന് കരയാണ്, നിരാശപ്പെടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്: നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. കരഞ്ഞെന്തിനായുസ്സു പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. ഹാലേലൂയാ 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 ഹാലേലൂയാ. ഈ ഒരായുസ്സേ. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എനിക്കായിട്ട് ഒരു മേൽത്തരം വസ്ത്രം എൻ്റെ യേശു കരുതി വെച്ചിട്ടുണ്ട്. ധൂർത്തപുത്രൻ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ, അവൻ ആ പന്നിയുടെ ആ കൂട്ടിൽ അവിടെ കിടന്ന് കെട്ടിമറയായിരുന്നുവെങ്കിൽ ഈ മേൽത്തരം വസ്ത്രം അവന് കിട്ടുമായിരുന്നോ? അവന് ദൈവം ഒരു പ്രചോദനം കൊടുത്തു. ഞാൻ ഇവിടെ കിടക്കേണ്ടവനല്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകേണ്ടവനാണെന്നുള്ളൊരു പ്രചോദനം കൊടുത്തു. ആ പ്രചോദനം സ്വീകരിച്ചപ്പോഴല്ലേ അവൻ്റെ ജീവിതത്തിൽ അത് വിടുതലായിട്ട് വന്നത്. ഇതുപോലെ നിൻ്റെ ജീവിതത്തിൽ വേണമെങ്കിലും നിനക്ക് നിരാശപ്പെട്ട് കിടക്കാം. എല്ലാ ദിവസവും കാലത്ത് കുർബാനയ്ക്ക് പോവും, എല്ലാ ആഴ്ചയും കുമ്പസാരിക്കും, എല്ലാ ദിവസവും ജപമാലയും ചെല്ലും, പക്ഷേ നിരാശയിലാണ് ഞാൻ കിടക്കുന്നത്. എനിക്കൊരു പ്രതീക്ഷയില്ല, ദൈവവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, എങ്ങനെ ഫലം ചൂടും?
ഇതെല്ലാം പ്രിയ സഹോദരങ്ങളെ ശരിക്കും എൻ്റെ കർത്താവ് എന്നെ വഴി. അതുകൊണ്ട് ഇന്ന് നോക്കിയേ, ഈ ജപമാലയിൽ വേറെ ഒന്നും നീ പ്രാർത്ഥിക്കേണ്ട. എൻ്റെ ഈ ചെളിക്കുണ്ട്, ഈ ചെളിക്കുണ്ട് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെളിക്കുണ്ട് നിൻ്റെ കുമ്പസാരത്തിൽ നീ പറയേണ്ട പാപം എന്താണെന്ന് അറിയാവോ? നീ മരുമോളായിട്ടും അമ്മായിമായിട്ടും തല്ലുണ്ടാക്കിയെന്നല്ല, നീ മദ്യപിച്ചു, അതൊക്കെ പറയേണ്ടതല്ല പറയേണ്ടത്. എനിക്ക് എൻ്റെ യേശുവിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ, എനിക്ക് എൻ്റെ യേശുവിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കായിട്ട് മേൽത്തരം വസ്ത്രം കരുതി എൻ്റെ യേശുവിനെ എനിക്ക് പരിഗണിക്കാൻ പറ്റുന്നില്ല. നീ ആദ്യം പറയേണ്ടത് നിനക്ക് യേശുവിൽ, എൻ്റെ യേശുവിൽ. ഇത് നിനക്കെന്നല്ല കേട്ടോ, നമ്മളൊക്കെ ഈ കാര്യത്തിൽ പ്രതികളാണ്, അച്ഛനും ഉൾപ്പെടും. ചിലപ്പോഴൊക്കെ എനിക്ക് ദൈവമേ എന്നൊക്കെ തോന്നാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ദൈവം നല്ലവനാണ്. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ദൈവം നല്ലവനാണ്. ദൈവം നല്ലവനാണ്. ഈ ദൈവം ചെയ്യുന്നത് ശരിയാണോ? അപ്പോൾ ഞങ്ങൾ തിയോളജി പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആത്മീയ പിതാവായിരുന്നു ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റച്ഛൻ. അപ്പോൾ അച്ഛൻ പറയുന്നൊരു ക്ലാസിക്കൽ ഡയലോഗുണ്ട്. അച്ഛൻ പറയും, ദൈവം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നല്ല, ദൈവം ചെയ്യുന്നതെന്തോ അതാണ് ശരി. ദൈവം ചെയ്യുന്നതെന്തോ അതാണ് ശരി. അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ അയ്യോ കുഞ്ഞിനെ ബലി കൊടുക്കാനൊക്കെ അയ്യോ എൻ്റെ ഈ ദൈവം എന്താ ചെയ്യുന്നത്? നോ, ദൈവം ചെയ്യുന്നതെന്തോ അതാണ് ശരി. നിൻ്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞെ, നീ നിരാശനാകരുത്, നീ പ്രതീക്ഷ കൈവിട്ടവനാകരുത്. നീ കർത്താവിലേക്ക് തിരിയണം. നിനക്കായി സ്വർഗം, ഒരു മേൽത്തരം വസ്ത്രം നിനക്കായി അവൻ കരുതി വെച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ യുവത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും അപ്പം മരിച്ചു, അമ്മ മരിച്ചു, സഹോദരൻ മരിച്ചു. ആരുമില്ല, ഒരു അനാഥ ചെക്കൻ. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു. ജോൺ പോൾ കുഞ്ഞു ലോലക്ക് അവന് ദൈവം എന്നെ ആരൊക്കെ എന്നെ വിട്ടുപോയാലും എൻ്റെ കൂടെ എൻ്റെ ദൈവം എന്നെ വഴി നടത്തും. ഈ ഒരു ബോധ്യം കുഞ്ഞു ലോലക്കനുണ്ടായിരുന്നു. ആ ലോലക്കാണ്, അതായത് യുവത്വത്തിൽ ആരുമില്ലാത്ത, അപ്പനില്ല, അമ്മയില്ല, ചേട്ടനില്ല, ആരുമില്ല, ഒറ്റപ്പെട്ടു. ഒരു വ്യക്തി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ എത്രമാത്രം നാശത്തിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ അവനൊരു ബോധ്യം ഉണ്ടായിരുന്നു കുഞ്ഞു ലോലക്കനെ, എനിക്കാരുമില്ലെങ്കിലും യേശു എൻ്റെ കൂടെയുണ്ട്, എനിക്കാരില്ലെങ്കിലും അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ജോൺ പോൾ രണ്ടാമൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കാലം ചെയ്തപ്പോൾ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? മഹാനായ പാപ്പ, ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹാനായ പാപ്പ എന്നാണ് ജോൺ പോൾ പാപ്പായെ വിശേഷിപ്പിച്ചത്. അത് ജോൺ പോൾ പാപ്പയെ മാത്രമല്ല, നിന്നെക്കുറിച്ചും, ഇത് കേൾക്കുന്ന നിന്നെക്കുറിച്ചും സ്വർഗം വിശേഷിപ്പിക്കും. മഹാനായ എൻ്റെ മകൻ, അവൻ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ ഞാൻ കടത്തിവിട്ടു. അന്നൊന്നും അവൻ വഴിമാറിപ്പോയില്ല. അവനെ കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും അവൾ എൻ്റെ കൂടെ നിന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു പക്ഷേ ഈ ധൂർത്തപുത്രൻ്റെ ഉപമയൊക്കെ നമുക്കറിയാലോ. ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ പോലെ നമ്മൾ ചിലപ്പോൾ നോക്കി നമ്മൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഞാനങ്ങനെ മദ്യപിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, മറ്റുള്ള ദുശ്ശീലങ്ങളൊന്നുമില്ല. പ്രിയ ഇതൊന്നും വേണ്ട. അതായത് എൻ്റെ ദൈവം എന്നെ വഴി നടത്തും എന്ന ബോധ്യം, ആ ബോധ്യത്തിൽ ആഴപ്പെടാൻ ഞാൻ പരിശ്രമിക്കുന്നില്ലേ? സഹോദരങ്ങളെ, ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ കിടന്നതുപോലെ നമ്മളിന്ന് പന്നിക്കുഴിയിലാണ്. പന്നിക്കുഴി എന്ന് പറഞ്ഞ്, അതായത് നമുക്ക് എൻ്റെ ജീവിതം കെട്ടുപോയി, എൻ്റെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷയില്ല, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ വഴി നടത്തും എന്ന ബോധ്യത്തിൽ നമുക്ക് എവിടെയൊക്കെയോ വിള്ളൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി 8ാമത്തെ വാക്യം അച്ഛൻ വായിക്കുകയാണ്. വലിയ പ്രതികൂലത്തിൽ, അതിൻ്റെ സാഹചര്യം പറഞ്ഞു പോലെ സഹോദരങ്ങളെ, വലിയ പ്രതികൂലത്തിലായിരുന്ന അബ്രാഹാം മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ കണ്ണീരിൻ്റെ കാരണം എന്താണെന്ന് അറിയൂ? ദൈവം എന്നെ വഴി നടത്തും എന്ന ബോധ്യം ഇല്ലായ്മയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും, വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യം, ഇത് കേൾക്കുന്ന സകല മനുഷ്യരും ഒറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ പരിശുദ്ധാത്മാവേ, നമുക്ക് ഈശോ നൽകിയ സഹായകനല്ലേ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് പറയാം, പരിശുദ്ധാത്മാവേ, യേശു എന്നെ വഴി നടത്തും, യേശു എന്നെ തള്ളിക്കളയുകയില്ല, യേശു ഞാൻ എത്ര വലിയ സ്ട്രഗിൾ, എത്ര വലിയ പ്രതികൂലത്തിലൂടെ പോവുകയാണെങ്കിലും യേശു എന്നെ തൻ്റെ മാറോട് ചേർത്ത് വയ്ക്കും.
പ്രിയ സഹോദരങ്ങൾ, ഈ ടെക്സ്റ്റ് നമ്മൾ വായിക്കണം. അച്ഛനൊരു സ്നേഹപൂർവ്വം നിങ്ങളോട് നൽകേണ്ട ഒരു റെക്കമെൻഡേഷനാണ് ഉൽപ്പത്തി 22. അതിൽ പ്രത്യേകിച്ച് ഈ ഭാഗമൊക്കെ നമുക്ക് അറിയുന്നതാണ്. 7ഉം 8ഉം ധ്യാനാത്മകമായിട്ട് നിങ്ങൾ വായിക്കണമെന്ന് അച്ഛനൊരു സ്നേഹപൂർവ്വമുള്ളൊരു നിർദ്ദേശം നൽകാനുണ്ട്. ഇതെന്താ കാര്യം എന്നറിയാം സഹോദരങ്ങൾ, ഇത് സുവിശേഷത്തിൻ്റെ ആനന്ദം. ഇത് നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു അപ്പസ്തോലിക ആഹ്വാനമാണ്. ഇതിൽ 22 ഖണ്ഡിക അനുസരിച്ചിട്ടാണല്ലോ ഈ പരിശുദ്ധ പിതാവിൻ്റെ ലേഖനങ്ങൾ, ഇതെല്ലാം ഖണ്ഡിക പ്രകാരമാണ്. അതിൽ 22ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ശക്തിയിൽ പ്രവചനാതീതമാണ്. ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ശക്തിയിൽ പ്രവചനാതീതമാണ്. വിതയ്ക്കപ്പെട്ടാൽ കൃഷിക്കാരൻ ഉറങ്ങുമ്പോൾ പോലും തനിയെ വളർന്നു വരുന്നൊരു വിത്തിനെക്കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട്. കൃഷിക്കാരൻ വിതച്ചു കഴിഞ്ഞാൽ അവൻ ഉറങ്ങും, പക്ഷേ ആ വിത്ത് അവൻ പോലും അറിയാതെ വളരും. പ്രിയ സഹോദരങ്ങൾ, എത്ര വലിയ പ്രതികൂലത്തിലാണ് നീയെങ്കിലും ഈ വചനം നീ മനസ്സിരുത്തി വായിക്കണം. ഏത്? ഉൽപ്പത്തി 22, 7, 8. ദൈവം തന്നെ തരും. അതിങ്ങനെ ഉള്ളോണ്ട് പറയണം. ഞാൻ ദുർബലനാകുമ്പോൾ, ഞാൻ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ദുർബലനാകുമ്പോൾ ഞാൻ വായിക്കുന്ന കുറച്ച് ടെക്സ്റ്റുകളുണ്ട് എനിക്ക്. അതിലെ ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റാണ്: ദൈവം തന്നെ തരും, ദൈവം തന്നെ ഇടപെടും, ദൈവം തന്നെ വഴി നടത്തും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകത്തിൻ്റെ ഉണർവ് നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ സമയം തന്നെ അത്ഭുതകരമായ വിധത്തിൽ നിങ്ങൾ ജ്വലിക്കട്ടെ, നിങ്ങളിൽ പടരട്ടെ, നിങ്ങളിൽ കത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിനം വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രൈസ് ഗോഡ്.